എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആത്മഹത്യയുടെ ചില കാരണങ്ങളെ പറ്റി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ രാജു കെ ബേബി. താൻ 1995 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദം നേടുകയും അതിനെ തുടർന്ന് 1995 ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്തു. തന്നോട് തന്നെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. താൻ ആയിരിക്കുന്ന ദേശത്ത് പ്രയർ ക്ലിനിക് എന്ന് പറഞ്ഞ ഒരു ക്ലിനിക്കിൽ കഴിഞ്ഞ 34 വർഷമായിട്ട് താൻ നേടിയ അറിവുകൾ കൊണ്ട് രോഗികളെ ചികിത്സിക്കാനും അവരോട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും എല്ലാം തനിക്ക് സാധിക്കുന്നു. നമുക്ക് ഈ ദിവസങ്ങളിലുള്ള അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആത്മഹത്യ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആത്മഹത്യകൾ കൂടുവാനുള്ള കാരണം എന്നതിനെ പറ്റി നമുക്ക് തിരക്കാം. എന്താണ് ഡോക്ടർ വാക്കുന്നതിൽ ഒത്തിരി നന്ദി. ഈ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ടാണ് ആത്മഹത്യകളുടെ എണ്ണം കൂടുന്നത്? അതിന്റെ പ്രധാന പ്രശ്നമായി ഡോക്ടർ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഞാനിത് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സമയങ്ങൾ തന്നാലേ ഞാൻ കൂടുതലായിട്ട് പറയാം. പക്ഷേ അതിന് നമുക്ക് ഒരുപാട് സമയം ഇന്നത്തെ ആൾക്കാർക്കില്ലല്ലോ, അവരെല്ലാം വളരെ തിരക്കിലാണല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇന്ന് ഞാൻ 2 കാര്യങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്ന് ഇന്ന് ഡിസ്കസ് ചെയ്യാം. 1 കുടുംബ പ്രശ്നം, 2 കുടുംബ പ്രശ്നം ഒരു പ്രശ്നം, പിന്നെ 2 രോഗങ്ങൾ. ഇങ്ങനെ 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇതിലാദ്യമായിട്ട് ഞാൻ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാം. ഒരു കുടുംബം നമ്മൾ നിർമ്മിക്കുന്നത് അത് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധങ്ങളാണ്. എന്നാൽ ഇവർ രണ്ടുപേരും പണ്ടത്തെ കാലത്താണെങ്കിൽ യാതൊരു പരിചയവുമില്ലാത്ത ഒരു ആൾക്കാരാണ്. അവർ ഒരിക്കൽ പോലും കണ്ടു കാണത്തില്ല. പെണ്ണ് കാണാൻ ചെല്ലുമ്പോഴായിരിക്കും ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് അവർ തമ്മിൽ യോജിച്ച് പോകുമ്പോൾ ഒരാൾക്ക് ലൈറ്റ് വേണ്ട, ഒരാൾക്ക് ഫോൺ വേണ്ട, ഒരാൾക്ക് ലൈറ്റ് ഇടുന്നത് അലർജി, ഒരാൾക്ക് പുളി കൂടുതൽ വേണം, ഒരാൾക്ക് എരി കൂടുതൽ വേണം. ഇവർ തമ്മിൽ യോജിച്ച് പോയില്ലെങ്കിൽ എന്നും അടിയാണ് വീട്ടിൽ. നീ എന്തിനാടി ഇങ്ങനെ പുളി ഉണ്ടാക്കിയത്? ഇങ്ങനെ യോജിച്ച് പോകുമ്പോൾ, യോജിച്ച് പോയാൽ കുടുംബജീവിതം സമാധാനം. പർവ്വത്തുള്ള ബാബു ചെറിയ പാസ്റ്റർ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, കുടുംബജീവിതം ഡ്രൈവിംഗ് പോലെയാണ്. ഈ കുടുംബജീവിതം ഡ്രൈവിംഗ് പോലെയാണെന്ന് പറഞ്ഞാൽ ചില ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പുറകിലിരിക്കുന്ന ആൾ മുന്നേ വരും. ചില ആൾക്കാരെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നേ ഇരിക്കുന്ന ആൾ പുറകിൽ പോകും. ചില ആൾക്കാരെ ഡ്രൈവ് ചെയ്താൽ ഇരിക്കുന്നവരെല്ലാം ഛർദ്ദിക്കും. ചില ആൾക്കാരെ സ്മൂത്തായിട്ട് പോകും. ഇതുപോലെയാണ് കുടുംബജീവിതം. കുടുംബജീവിതത്തിൻ്റെ ആ ലെവലുകളിൽ സഹിച്ചും ക്ഷമിച്ചും കൊടുത്തും കൊണ്ടും ഈ ജീവിതത്തിൽ കലവും ചട്ടി ഒരുമിച്ച് കിടക്കുന്നത് പോലെ കിടന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഡൈവോഴ്സിലേക്ക് നയിക്കും. മിക്ക കേസുകളിലും ഈ ഡൈവോഴ്സിൽ നിസ്സാര കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഈ ഡൈവോഴ്സിലേക്ക് നയിക്കുന്ന ഒരു പ്രശ്നത്തിൽ ചിലർക്ക് താങ്ങാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ളവർ പോയി ആത്മഹത്യ ചെയ്യും. ചിലപ്പം ഭാര്യയുടെ അല്ലാത്ത കുറ്റത്തിൽ, നമ്മൾ പത്രത്തിൽ വായിക്കുന്ന പോലെ ഭാര്യയുടെ അല്ലാത്ത കുറ്റത്തിന് ഞങ്ങൾ വീണ്ടും കല്യാണത്തിന് അപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിൻ്റെതല്ലാത്ത കല്യാണത്തിന് ഞാൻ വീണ്ടും കല്യാണം കഴിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാര്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർ ഈ കൂട്ടുകാരുടെ ഈ പ്രഷർ കൊണ്ട് ഒരുപാട് മൊബൈൽ കാണും. മൊബൈൽ കാണുന്ന സമയത്ത് അവരെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ എൻ്റർടൈനിങ് ആണ്. എൻ്റർടൈൻ ചെയ്ത് ഇപ്പോൾ എൻ്റർടൈനിങ് മാത്രമേ ഉള്ളൂ. എവിടെ ചെന്നാലും കാപ്പിയാണ്, എവിടെ ചെന്നാലും എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരെ ഉണ്ണാൻ വിളിച്ചാൽ അവർക്ക് അതിൻ്റെ രുചിയൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അവർ ഈ 8 മണിക്കൂർ TV കണ്ടു, 8 മണിക്കൂർ മൊബൈൽ കണ്ടു, അതിനുശേഷം അവർക്ക് അങ്ങ് ഭയങ്കര ദേഷ്യമാണ്. ഈ ദേഷ്യത്തിൻ്റെ നമ്മൾ അനുവദിച്ച് കൊടുത്താൽ, ഇന്നലെ ഒരു സഹോദരി വന്നു, ഒരു വയസ്സ് പ്രായമുള്ള പയ്യന് ഈ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ബ്ലിക്കിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ് അവൻ അറിയാതിരിക്കാനായിട്ട്. ഇങ്ങനെ ഉപയോഗിച്ച് അതിന്റെ നടുക്കിൽ നിന്നാണ് അവർ വരുന്നത്. പിന്നെ അവർക്ക് നിസ്സാരമായൊരു പ്രശ്നം, നമുക്കറിയാം ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ആത്മഹത്യ കുറച്ച് കൂടെ ഉണ്ടായിരുന്നു. പിന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി നിരോധിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗെയിംസ് കളിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതായിട്ടുള്ള സമയത്ത് മറ്റുള്ളവർ പറയും നീ TV കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആ പെർ പ്രഷർ കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും. കുടുംബത്തിൽ യാതൊരു സമാധാനവും കാണത്തില്ല. പിന്നെ കുടുംബജീവിതത്തിൽ വലിയൊരു പ്രശ്നങ്ങൾ വരുന്നത് സെക്സിന്റെ പ്രശ്നമാണ്. അത് നിസ്സാരമായിട്ട് കാണരുത്. ഞാൻ മാത്രമാണ് ഇത് ഓപ്പൺ ആയിട്ട് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്സിന് ഒരു വലിയ പ്രാധാന്യം പുരാണങ്ങളിലും ബൈബിളിലും ഒക്കെ ഉണ്ട്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ ഭാര്യയ്ക്ക് വയ്യ, അല്ലെങ്കിൽ ഭർത്താവിന് വയ്യ, പിന്നെ അവർ വേറൊരാളെ തേടി പോകുന്നത് ഒരു സ്ഥിതി വരും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു വേറൊരാളുമായിട്ട് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ അവളെ കൊല്ലാൻ ചെല്ലരുത്. ഞാനിത് പറയുകയാണ്. ഇതിനകത്ത് എന്നെ നെറ്റിച്ചിരിക്കുന്ന പലരും കാണുമായിരിക്കാം. പക്ഷേ ഇതെനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. ഇത് കൊല്ലും കൊലപാതകവും കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഭാര്യയെ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ, ഭർത്താവിനെ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ ഭാര്യമാർ വല്ലയിടത്തും ഭർത്താവുമാർ വല്ലയിടത്തും ഒക്കെ പോകും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ഇത് കുടുംബ പ്രശ്നത്തിൻ്റെ ഒരു ചെറുക്കരൂപമാണ്. ഈ കുടുംബ പ്രശ്നങ്ങൾ ഈ ആത്മഹത്യയിലേക്ക് നമ്മളെ നയിക്കുന്നു. കൂട്ടമായി ആത്മഹത്യ ചെയ്യാണ്. ഒന്നിനെ കൊന്ന് വേറൊന്നിനെ സ്വീകരിക്കുക, വേറെ തന്നെ ഒളിച്ചോടുക, ഇതൊക്കെ സ്ഥിര സംഭവമാണ്. അപ്പോൾ കാര്യം
പക്ഷെ ഇപ്പം ഈ ഒരു കുടുംബത്തിൽ ഒരു പാർട്ട്ണർക്ക് രോഗമുണ്ട്. അപ്പം ആ ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ഡയാലിസിസ് പോലെയൊക്കെയുള്ള ഒരു സിനാരിയോ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാളുകളിലേക്ക് തന്നെ അത് കൊണ്ടുപോകാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ ഈ പാർട്ട്നേഴ്സിന് സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ സാധിക്കും? അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ സ്ക്രീൻ ടൈമിംഗ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഈ ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ വീട്ടിലെ ഈ സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടാൻ എങ്ങനെ അവരെ കൂടുതൽ എൻകറേജ് ചെയ്യാൻ പറ്റും? അത് ഈ ആത്മഹത്യയിലേക്ക് നയിക്കാതിരിക്കാൻ. അതായത് ഇങ്ങനെ ഒരു കാര്യങ്ങളിൽ ഒരു പക്ഷേ ഭാര്യ ഒരു രോഗിയായിരിക്കാം, ഭർത്താവ് രോഗമില്ലാത്ത ആളായിരിക്കാം. ചില ഭാര്യമാരുണ്ട് എന്നും ഡയാലിസിസ് ചെയ്യുന്ന ഭാര്യമാരുണ്ട്. ചില ഭർത്താക്കന്മാരുണ്ട് എണ്ണം ഡയാലിസിസ് ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. ഇങ്ങനെ എന്നും രോഗിയായിട്ട് കാല് വയ്യ, കൈ വയ്യ, കിടക്കണം, എപ്പോഴും ക്ഷീണം, ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് വളരെ കഷ്ടമാണ്. അതുപോലെ തിരിച്ചും ഭർത്താക്കന്മാർ എന്നും കിടപ്പാണ്. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ കാണുമ്പോൾ എനിക്ക് വളരെ കഷ്ടത തോന്നുന്നു. ഇന്നും അറിയപ്പെടാത്ത അനേക രോഗങ്ങളും ഭാരങ്ങളും ഒക്കെ സമയുന്നു. ഇത് വീർപ്രഷറിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ സമയത്ത് നമ്മുടെ ബന്ധുക്കളും നമ്മുടെ പള്ളിക്കാരും നമ്മുടെ കൂടെയുള്ള ആൾക്കാരും ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു മെഷർമെന്റ് ഈ പിള്ളേർക്ക് കൊടുത്തില്ലെങ്കിൽ അവർ അത് മറ്റ് രീതികളിലേക്ക് ഈ അബ്യൂസ്, അതായത് നമ്മുടെ ഡ്രഗ്സ് അബ്യൂസ്, അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരാളെ കൗൺസിൽ ചെയ്തു, അയാൾക്ക് ഫോൺ അബ്യൂസ് കൗൺസിൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളിലേക്ക് പോകും. ഇങ്ങനെ ഭാര്യ കിടപ്പിലായാൽ, ഭാര്യ ഭർത്താവ് കിടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ കടന്നു വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവത്തിന്റെ സഹായം വളരെ ആവശ്യമാണ്. ദൈവം ഏതെങ്കിലും ഒരു വഴി തുറക്കുമെന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഇവിടെ അവരുടെ കുഞ്ഞമ്മയോ അവരുടെ വല്യമ്മയോ ആരെങ്കിലും ഒക്കെ സഹായിച്ചേ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ അവരെ സഹായിച്ചാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയി ഈ പിള്ളേരെ ഒരു നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഫോണിന് അഡിക്റ്റഡ് ആയി കഴിഞ്ഞു അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടുതലുള്ള പിള്ളേരെ അതിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാൻ സാധിക്കും? ഞാൻ ഒരു കാര്യം അതിനകത്ത് പറയാം. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു കൗൺസിലിങ്ങിന് പോയിരുന്നു, ഡി അഡിക്ഷൻ കൗൺസിലിങ്ങിന്. അവിടെ ചെന്നപ്പോഴാണ് ആ പയ്യന് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. ഇവനൊരു 70 കിലോ എങ്കിലും കാണും. ഇവന്റെ അപ്പന് ഒരു ഹിന്ദുവാണ്. അദ്ദേഹത്തിന്റെ പേര് ജയരാജ് എന്നാണ്. 24 മണിക്കൂറും ഫോണിലാണ്. ഞാൻ എന്നെ കൗൺസിൽ ചെയ്തു. അവൻ പറയുന്നത് എനിക്ക് വേറെ ഒന്നും ഇഷ്ടമല്ല, ഈ ഫോണിൽ കളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഇഷ്ടം ഇങ്ങനെയാണെങ്കിൽ നാളെ നിന്റെ അപ്പം മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞാൽ 24 മണിക്കൂർ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? വരുമാനം വല്ല ഉണ്ടോ? അങ്ങേര് പോയി അധ്വാനിച്ചിട്ടല്ലേ നിനക്ക് എന്തെങ്കിലും കൊണ്ടുവരുന്നത്? വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ചോദിച്ചു. എന്നാൽ ചിരിക്കാതെ, ഇതിനകത്ത് മുതലെടുക്കാതിരിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം കൗൺസിലേഴ്സ്. അപ്പോൾ അവിടെ വളരെയധികം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ടപ്പെന്ന് കുറയ്ക്കാൻ പറ്റത്തില്ല, നീ എല്ലാ ദിവസവും 2 മണിക്കൂർ ഫോൺ എടുക്കുക, അത് ഉപയോഗിക്കാൻ നിന്റെ അമ്മയോട് ഞാൻ പറയും. അവർ ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവരോട് ഞാനത് പറഞ്ഞു. അവന് അത് അക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെ പൊണ്ണത്തടി പോലെ നീ വരുന്നിരുന്നാൽ നിനക്ക് ചൈൽഡ്ഹുഡ് ഒബസിറ്റി വരും, നിനക്ക് ഡയബറ്റീസ് വരും, നിനക്ക് പ്രഷർ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഫോണ് ഉപയോഗിക്കരുത് എന്ന് ഈ ലോകത്ത് പറയാൻ പറ്റത്തില്ല. ഇന്റർനെറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് ഹൈ സ്പീഡ് ഇന്റർനെറ്റ്സ് ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. 5G ഇപ്പം എല്ലായിടത്തും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഒരുപാട് വീഡിയോസ്, ടീച്ചിങ് വീഡിയോസ് ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് നിരോധിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇതിനൊരു ലിമിറ്റഡ് ടൈം വേണം. എടാ മോനെ, ലിമിറ്റഡ് ടൈം, നീ ഈ ലിമിറ്റഡ് ടൈമിൽ നിന്ന് ഉപയോഗിക്കുക, ബാക്കി സമയത്ത് വായിക്കുക, ആ സമയത്ത് മാത്രമേ ഞാൻ ഫോൺ കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവനെ ഇതിൽ നിന്ന് പിൻഗമിച്ചില്ലെങ്കിൽ ഇവിടെ ഒരാളുടെ മകൻ ഭീകര സംഘടന വരെ ചേർന്ന കേസുകളുണ്ട്. അതുകൊണ്ട് ഇതെവിടെ നിന്നാണ് ഈ മെസ്സേജുകൾ വരുന്നത് നമുക്കറിയത്തില്ല. ഇത് മിക്കവാറും നൈജീരിയ, കെനിയ, ഇതൊക്കെ കൾപ്രിറ്റ്സിന്റെ നാടാണ്. നൈജീരിയ, കെനിയ ഒക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്നതായിട്ടായിരിക്കും. അതിനകത്തൊക്കെ കയറി ഈ ഫോണിൽ ഗെയിംസ് കളിക്കാൻ അനുവദിക്കരുത്. ഈ ഗെയിംസ് ഒക്കെ കളിച്ച് ബ്ലൂ വെയിൽ കളിച്ച് ഗെയിംസ് കളിച്ച് അത് കളിച്ച് ഇത് കളിച്ച് നിന്റെ പൈസയും പോയി. അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം. അത് പറഞ്ഞ് മനസ്സിലാക്കി 2 മണിക്കൂർ ഉപയോഗിക്കുക, രാത്രി അധികം വേണ്ട, 10 മണിക്ക് ശേഷം ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് പയ്യെ സ്നേഹത്തോടെ ഇതിൽ നിന്ന് പിൻവാങ്ങുക. അതിന് നിനക്ക് ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ കുറെ സഹായിക്കും. ഈ പിള്ളേർ ഇതിൽ നിന്ന് പിന്മാറും. കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാരന്റ്സും പിള്ളേരുമായിട്ടുള്ള റിലേഷൻഷിപ്സ് നല്ലതല്ലാത്തത് ആത്മഹത്യയിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞു. ഇതല്ലാതെ എന്തൊക്കെയാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്? ആത്മഹത്യ ചെയ്യുന്ന പലരും ഇന്നത്തെ കമ്മ്യൂണിറ്റിയുമായിട്ട് അവർക്ക് ഇറങ്ങിച്ചിറങ്ങാനായിട്ട് പറ്റുന്നില്ല. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ഒരു വീട്ടമ്മയാകട്ടെ, വീട്ടിലെ ഭർത്താവാകട്ടെ, നിങ്ങൾ വെളിയിൽ പോയി കാര്യങ്ങളൊക്കെ കുറെ കൂടെ ഗ്രഹിക്കണം. ഇന്ന് 10 ജനം എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം.
ഇന്നത്തെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ പഴയ ഒരു സമൂഹമല്ല ഇന്ന്. പണ്ട് ആൾക്കാർ ഇങ്ങനെയുള്ള ജീൻസ് ഒന്നും ഇടത്തില്ല. ഇതിപ്പോൾ ഇവിടെ എല്ലാം ജീൻസാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് അവർ ജീൻസ് ഇടുന്നത്. നമുക്ക് അതേക്കുറിച്ച് അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവർക്ക് ഒരു ഫോറിൻ കൺട്രീസിൽ പോലെ ഇതിനെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ സദാചാര ഗുണ്ടായിസം എന്ന് പറഞ്ഞൊരു ഗുണ്ടായിസം വളർന്നു വരികയാണ്. ഞാനത് വളരെ ശക്തമായിട്ട് ചില ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. സദാചാര ഗുണ്ടായിസം എടുക്കരുത്. സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്നത് മനുഷ്യബിളാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. നീ അത് ആവശ്യമില്ലാതെ അവരോട് ചോദ്യം ചോദിക്കരുത്, അവരെ എടുത്തിട്ട് ഇടിക്കരുത്. ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ സദാചാര ഗുണ്ടായിസത്തിന് നിയമങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ഭാര്യ ഒരു പുരുഷന്റെ കൂടെ പോയി ഒന്ന് നടക്കാൻ പോയി, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു സ്ത്രീയുടെ കൂടെ നടക്കാൻ പോയി, ഒരു ഷോറി നടക്കാൻ പോയി, ഇത്ര വലിയൊരു കൺസർവേറ്റീവ് സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ശ്വാസം മുട്ടി ജീവിക്കുകയാണ്. ഞാനത് അല്പം കവിഞ്ഞു പോകുന്നു, എനിക്കറിയാം. ശ്വാസം മുട്ടി ജീവിക്കുകയാണ്. അവർക്കൊന്ന് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂടെ ആ ഷോറിൽ കൂടെ നടക്കണം, കൊല്ലം ഷോറിൽ കൂടെ നടക്കണം. ഭർത്താവ് അല്ലാത്തത് അങ്ങ് വിലങ്ങായിട്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കണത്? അവർക്ക് 24 മണിക്കൂർ ഈ ഹണിമൂണിന്റെ മാധുര്യം എന്ന് പറയുന്നത് വെറും ഒരു വർഷം മാത്രമേ ഉള്ളൂ എന്നാണ് സെക്സോളജിസ്റ്റ് പറയണത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും എന്തിനാ 2 പേര് തമ്മിൽ 2 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ 2 മിനിറ്റ് ഭാര്യ ഭർത്താവല്ല, ഭർത്താവും വേറൊരു സ്ത്രീയും തമ്മിൽ 2 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പൂരം അട്ടിയാണ്. നിങ്ങളത് പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വെളിയിൽ പോകുക, കുറച്ചുകൂടെ വിദ്യാഭ്യാസമുള്ളവരാവുക, നിങ്ങൾ കറണ്ട് വെഹിക്കിളുകൾ വരയ്ക്കുക. ഇന്നത്തെ സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. രണ്ടാമത് ഞാൻ പറയാൻ വന്ന രോഗം. ഇന്ന് ഒരുപാട് വ്യാജ പ്രചരണം രോഗങ്ങളെക്കുറിച്ച് നടക്കുന്നുണ്ട്. BP ഇല്ലാതെ ഇന്ന് 50 വയസ്സുള്ള ആൾക്കാർ, 55 വയസ്സുള്ള ആൾക്കാർ രോഗികളായിട്ട് വീഴുന്നു. 45 വയസ്സുള്ള ഇന്നലെ സ്ത്രീയെ കണ്ടു 18 വയസ്സ് ഡയബറ്റീസ് ഉണ്ട്. എന്താണ് ഇതിന്റെ കാര്യം? അതൊന്ന് ജീൻ മ്യൂട്ടേഷൻ കൊണ്ടാണ് ഇത് വരുന്നത്. രണ്ടാമത്, നീ മരുന്ന് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നിന്റെ ഷുഗർ 500ഉം നിന്റെ ഷുഗർ 450ഉം ആകും. ഈ 450 ഷുഗർ വെച്ച് നീ 10 വർഷം ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ കാഴ്ച പോകും. പിന്നെ നീ ഡോക്ടറെ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? എടാ, ഡോക്ടർ പറയുന്നത് മരുന്ന് നിനക്ക് ദൂഷണം വരുന്ന മരുന്നാണെന്ന് നാട്ടുകാർ പ്രചരിപ്പിക്കുന്നെങ്കിൽ നാട്ടുകാർ നിന്റെ രോഗത്തിന് ഉത്തരവാദിത്തം ഇട്ടിട്ടുണ്ടോ? ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിലും വളരെ കർക്കശമായിട്ട് പറഞ്ഞാണ്, ഡോക്ടർ പറയാതെ നിങ്ങൾ ഗുളിക നിർത്തരുത്, ഡോക്ടർ പറയാതെ കൊളസ്ട്രോളിന്റെ മരുന്ന് നിർത്തരുത്, ഡോക്ടർ പറയാതെ കൊളസ്ട്രോളിന്റെ മരുന്ന് നിർത്തി BP മരുന്ന് നിർത്തി തലയിൽ ബ്ലീഡ് ചെയ്ത ആൾക്കാരുണ്ട്. ഇന്ന് ഹാർട്ട് അറ്റാക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡയാലിസിസ് സെന്റർ, ഞാൻ 2001 കൊട്ടാരക്കര വരുമ്പോൾ ഡയാലിസിസ് സെന്റർ ആകപ്പാടെ ഒന്ന് പോലും ഇവിടെ ഇല്ല. ഇന്ന് ഒരു 5 ഡയാലിസിസ് സെന്റർ ഇന്ന് കൊട്ടാരക്കര ഉണ്ട്. എന്താ കാര്യം? എല്ലാവരുടെയും കിഡ്നി അടിച്ചു പോവുക. എന്തുകൊണ്ടാണ്? ഡയബറ്റീസിന്റെ മരുന്ന് കഴിക്കാത്തതുകൊണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഡയബറ്റീസിന്റെ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് ഡയബറ്റീസിന്റെ കിഡ്നിയെ ബാധിക്കത്തില്ലേ? ഞാൻ ഒന്ന് വ്യക്തമായിട്ട് പറയാം, നിങ്ങളുടെ കിഡ്നിയെ ബാധിക്കത്തില്ല. മരുന്ന് കഴിക്കാതിരുന്നാൽ നിങ്ങളുടെ കിഡ്നിയെ ബാധിക്കും. അത് ബാധിച്ചു കഴിഞ്ഞാൽ 85% അതിന്റെ പ്രവർത്തനം രഹിതമാകുമ്പോൾ ക്രിയാറ്റിൻ ലെവൽ പയ്യെ കൂടും. പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും ഡയാലിസിസും മാത്രമേ അതിന് പരിഹാരമുള്ളൂ. പിന്നെ ജീവിതം മുഴുവൻ സത്തതെങ്കിലുമേ ജീവിച്ചിരിക്കണം എന്നുള്ള ഒരു സ്ഥിതിയിലാകും. അങ്ങനെ ജീവിച്ചിട്ട് കാര്യവുമില്ല. അപ്പോൾ രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് യേശു ക്രിസ്തു തന്നെ പറഞ്ഞായിട്ട് കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ രോഗം കഴിക്കില്ല, ഞാൻ മരുന്ന് കഴിക്കത്തില്ല, മരുന്ന് കഴിക്കുന്ന വിശ്വാസത്തോട് പ്രാപിക്കും എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നിനക്ക് അങ്ങനത്തെ വിളിയും തെരഞ്ഞെടുപ്പും ഇല്ലാത്തിടത്തോളം കാലം, ദൈവം നേരത്തെ എന്നോട് അങ്ങനെ പറയാത്തിടത്തോളം കാലം നീ അത് ചെയ്യരുത്. രോഗത്തിന് മരുന്നിനെ കൊണ്ട് രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന യെസ്കേൽ രാജാവിന്റെ വ്രണത്തിൽ പുരട്ടാനായിട്ട് ദൈവം കൽപ്പിച്ചു. ഇതൊക്കെ മനസ്സിലാക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഷുഗർ കൂടി കോമായി പോയി, അത് ആയി കടമായി, പിന്നെ പെരേന്ന് വിട്ട് ഇങ്ങനെ ജീവിക്കുന്ന അനേക ആൾക്കാരെ കാണുമ്പോൾ വേദനയും പ്രശ്നങ്ങളും കൊണ്ട് ഞാൻ എൻ്റെ മനസ്സ് വേദനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം രോഗം കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് ഈ ഇതുകൊണ്ടാണോ ഇവർ ആത്മഹത്യ ചെയ്യുന്നതെന്ന് തോന്നുന്നത്? അതൊരു അവർക്കൊരു കുടുംബത്തിന് ഭാരമായിരിക്കരുത് എന്നുള്ളൊരു ചിന്തയാണോ? തീർച്ചയായിട്ടും അത് കുറെ ഉണ്ട്. കാരണം ഒന്നടവിട്ട ദിവസം
ഈ ഡയാലിസിസിന് പോകുന്ന ആൾക്കാരുണ്ട്. ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലഡ് മുഴുവൻ ഡയാലിസിസിൽ കൂടെ കയറ്റിയിട്ട് നിങ്ങളുടെ ഡയാലിസിന് കയറ്റിയിട്ട് ഡയാലിസിങ് ഫ്ലൂയിഡിൽ കൂടെ നിങ്ങളുടെ അഴുക്കെല്ലാം മാറ്റും. വിട്ട് 3.5 മണിക്കൂർ എടുത്തിട്ടാണ് ഒരു ഡയാലിസിസ് ചെയ്യുന്നത്. 1.5 വിട്ടുള്ള ദിവസം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങ് ക്ഷീണിക്കും, വല്ലാതെ ക്ഷീണിക്കും. ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാർ പോലും പലരും അങ്ങനെ മരിച്ചിട്ടുണ്ട്. ഡയാലിസിസ് ചെയ്തുകൊണ്ടല്ല, നേരവേ ചെയ്യാതിരിക്കുന്നവര് നിങ്ങളുടെ ഡോക്ടറോട് വ്യക്തമായി ചോദിക്കണം, ഇനി അടുത്ത ഡയാലിസിസ് അടുത്ത ഡയാലിസിസ് എന്ന് വരണം. ക്രിയാറ്റിൻ ചിലപ്പോൾ ലോ ആയിരുന്നാലും ഈ ഡയാലിസിസ് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ രാത്രി വെപ്രാളത്തോടെ നീ കിടന്ന് ഓടും, ടേബിളിൽ കിടന്ന് മരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഈ ഡയാലിസിസ് അല്ലെങ്കിൽ ലോങ് ടേം ട്രീറ്റ്മെന്റിൽ ഉള്ളവർ, അതായത് ഇപ്പോൾ ക്യാൻസറിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡയാലിസിസ് പോലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ HIV പോലെയുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ലോങ് ടേം മെഡിക്കേഷൻസ് എടുക്കേണ്ട അല്ലെങ്കിൽ തെറാപ്പീസ് എടുക്കേണ്ട മെന്റൽ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർ ഈ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എന്താണ് അവരുടെ ഒരു ലൈഫിനെ മുന്നോട്ട് ഒരു ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സിനാരിയോ? ഇവിടുത്തെ മാധ്യമം സോഷ്യൽ മീഡിയയിലും ദുഷ്പ്രചരണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അലോപ്പതി മരുന്നുകൾ നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങളെ അതിൽ നിന്ന് പിൻഗമിച്ചിട്ട് നിങ്ങളുടെ ഷുഗറെല്ലാം കൂട്ടി കിഡ്നിയെല്ലാം ഡാമേജ് ചെയ്ത് കുളമായി ഡയാലിസിൽ ചാടുമ്പോൾ നിങ്ങൾ വരും. പിന്നെ ഭർത്താവിന് നിങ്ങളെ കൊണ്ട് ഗുണമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊണ്ട് ഗുണമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. അത് എത്ര മനക്കരുത്തുള്ളവനാണെങ്കിലും തളർന്നു പോകും. അതുകൊണ്ട് ഡോക്ടർ പറയുന്ന പോലെ നിന്റെ ഇഷ്ടം പോലല്ല, ഞാനിത് പലതവണ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഇഷ്ടം പോലെ അല്ല മരുന്ന് കഴിക്കേണ്ടത്. അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട്, അവരുടെ സേവനം നിനക്ക് ആവശ്യമാണ്. ഈ സേവനം ആവശ്യമല്ലെങ്കിൽ എനിക്കതൊന്നും വേണ്ട, ഞാൻ ചാവുന്നു എന്ന് പറഞ്ഞ് നീ പോയി മരിക്കുക. കാരണം ഇല്ലെങ്കിൽ മരണമാണ് നല്ലത്. ഈ ഇതില് എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി സൈഡ് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? അല്ലെങ്കിൽ അവർ അതിലൊരു എന്ന് പറഞ്ഞാൽ ഈവൻ ദോ അവർ ഈ മരുന്നുകൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പൊ കീമോ ഒക്കെ ആണെങ്കിൽ ഒത്തിരി പെയിനോ അതിന്റെ സൈഡ് എഫക്ട്സ്, സ്കിൻ കളർ മാറുന്ന, അങ്ങനെ ഒത്തിരി ഫിസിക്കൽ ചേഞ്ചസും മെന്റൽ പ്രഷറും അവർ കടന്നു പോകണം. അപ്പൊ അതിലെ ഈ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കോ പോകാതെ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റും? അതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും പ്രയോഗത്തിൽ കണ്ടുന്നില്ല. നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിൽ ഏതെങ്കിലും ഒരു ആശുപത്രി ചെന്നിട്ട് നിങ്ങൾക്ക് ക്യാൻസറിന്റെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ശരിയാവൂ? നിങ്ങൾക്കുണ്ട്, പല കാര്യങ്ങളുമുണ്ട്, അത് കണ്ടുപിടിച്ചെടുക്കണം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരിക്കൽ ക്യാൻസർ വന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്കറിയാം ഒരു രോഗിക്ക് ഇവിടെ ഒരു മഴ വന്നു. ആ സ്ത്രീ ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ ഒന്നും ചെയ്തില്ല. പിന്നെ 2 വർഷം കഴിഞ്ഞ് ഈ ലിംഫോമ എന്ന് പറഞ്ഞ അസുഖമായിരുന്നു, അത് കംപ്ലീറ്റ് സ്പ്രെഡായി. ഇന്ന് ആ ഭർത്താവ് ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഈ ക്യാൻസർ വന്ന രോഗികൾ കറക്റ്റായിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ എടുത്തിട്ട് നിങ്ങൾ ഓപ്പൺ എയർ, ഇങ്ങനെയുള്ള ചെറിയ ബാഡ്മിൻ്റൺ കളി, ക്യാരംസ് കളി, ചെസ് കളി, ഇങ്ങനെയുള്ള കളികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന എന്താണ് ആ ചിന്തകൾ, അല്ലാതെ ആ തരത്തിലുള്ള രീതികളിൽ ഇല്ല മാഡത്തിന് പറയുന്ന പോലെ ഒരു ഓക്കുപേഷണൽ റീഹാബിലിറ്റേഷൻ, ഓക്കുപേഷൻ അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ ഇവരുടെ ജീവിതത്തിന് വളരെ ആവശ്യമാണ്. പ്രാർത്ഥന, യോഗ ഇതൊക്കെ വളരെ സഹായിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള സമയത്തെ നമുക്ക് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി കിടക്കാതെ കുറച്ചുകൂടെ തുറസായ സ്ഥലത്ത് നമ്മൾ കുറച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുക. ഇനി കുറച്ചു കാലമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ കുറച്ചു കാലം നമ്മൾ സമൂഹത്തോട് നീതി പുലർത്തി, ന്യായം പുലർത്തി, സ്നേഹമായിട്ട് ഇടപെട്ട് നമ്മുടെ ശിഷ്ടായുസ് കഴിക്കുക. നേരം ഡോക്ടർ ഷെയർ ചെയ്തത് കുടുംബപരമായി അല്ലെങ്കിൽ രോഗങ്ങൾ മൂലം മനുഷ്യരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അതിലൂടെ അതിനൊരു പരിഹാരമായി ആത്മഹത്യ കണ്ടെത്തുകയും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും ഒക്കെയാണ് നമ്മളോട് ഇന്ന് സംസാരിച്ചത്. ഈ ദിവസങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുവാൻ, സ്നേഹത്തോടെ കുടുംബ ബന്ധങ്ങളെ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ രോഗങ്ങളോ എന്തെങ്കിലും ശാരീരികമോ മാനസികമോ ആയി ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നു എങ്കിൽ അതിന് പ്രാപ്തരായ, നമ്മളെ സഹായിക്കാൻ പ്രാപ്തരായ ഡോക്ടേഴ്സിനെ കണ്ടെത്തി അവരിൽ നമ്മുടെ പ്രശ്നങ്ങളെ ഷെയർ ചെയ്യുകയും അവർ നമ്മളോട് അഡ്വൈസ് ചെയ്യുന്നത് പോലെ മെഡിക്കേഷൻസ് കഴിക്കുകയും
എക്സസൈസ് ചെയ്യുകയും നമ്മുടെ ശരീരത്തെ ആ, നന്നായി കൊണ്ടുപോകുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിനെ നന്നായി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ആ, നന്നായി കൊണ്ടുപോവുകയും നമ്മുടെ ശരീരങ്ങൾ നന്നായി കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ട് ഡിപ്രഷനിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ ആത്മഹത്യകളിൽ നിന്ന് വഴിമാറി നല്ലൊരു ജീവിതം ദൈവം നമുക്ക് ദാനമായി തന്ന നല്ലൊരു ജീവിതം നന്നായി ജീവിപ്പാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഞങ്ങളെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ച, അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇത് നിങ്ങളുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു എൻകറേജ്മെന്റ് ആകുവാൻ, അവരുടെ ജീവിതത്തെ ഒന്ന് മോൾഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ഒരിക്കൽ കൂടെ നിങ്ങളോട് അതിന്റെ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ കൂട്ടുകയും മാഡത്തിനോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. വീണ്ടും എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം.